അങ്ങനെ ISLൻ്റെ 2025-26 ഫുട്ബോൾ സീസണ് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന 6ാം വിദേശ നിര താരത്തെ കൂടി നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത് ഒരു അറ്റാക്കറെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടാണ് നിലവിൽ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് ജെയ് ക്യൂട്ടിംഗോ എന്നാണ്. പോരാത്തതിന് ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് താരമാണ്. സ്കോട്ടിഷിൻ്റെ അണ്ടർ-21 നാഷണൽ ടീമിന് വേണ്ടി ഇദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എടുത്ത് പറയുവാനായിട്ടുള്ളൊരു കാര്യം. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ തൻ്റെ കരിയറിൽ ഏതാണ്ട് 150-ലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം 25ഓളം ഗോളുകളും അതിന് സമാനമായിട്ടുള്ള അസിസ്റ്റുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അത്രമേലൊരു ഹൈ പ്രൊഫൈലുള്ള ഒരു താരമല്ല. 1.6 CR മാർക്കറ്റ് വാല്യൂ വരുന്ന താരം പല തവണയായിട്ട് തൻ്റെ ക്ലബ് കരിയറിൽ വിത്തൗട്ട് ക്ലബ് എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും 28 വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായമായി വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിൽ ഇദ്ദേഹത്തിനൊരു മുതൽക്കൂട്ടാകുവാനായിട്ട് സാധിക്കുമോ എന്നതിൽ വളരെയധികം സംശയമുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊരു കാര്യമില്ല. എങ്കിൽ പോലും ഇദ്ദേഹം എങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം എന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ളതിനൊരു വ്യക്തതയില്ല. ഇദ്ദേഹം നാളത്തെ മത്സരത്തിൽ എന്തായാലും കളിക്കുവാനുള്ള സാധ്യതയില്ല. അതിനുശേഷം വരുന്ന മത്സരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുക ആൻഡ് പ്രാക്ടീസ് സെഷനിലൊക്കെ തന്നെ ഇടം നേടുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ജെയ് ക്യൂട്ടിംഗോ എന്ന് പറയുന്ന ഈ ഒരു താരത്തിന് ഒരു മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.